എന്തെല്ലാം വാർത്തകൾ! മക്കളെ വലിച്ചെറിയുന്നു, കിണറ്റിലെറിയുന്നു, കഴുത്ത് ഞെരിക്കുന്നു. എന്തോ സങ്കടകരമായ വാർത്ത. രാവിലെ പത്രത്തിൽ തുറന്നാൽ, ടി വി തുറന്നാലൊക്കെ ദുഃഖ വാർത്ത. മറ്റൊരു വശത്ത് സങ്കടകരമായ വാർത്ത, മറ്റൊരിടത്ത് വളരെ ചീത്ത വാർത്തകൾ. 10, 15, 20 പേര് പിശാചുക്കൾ ചേർന്ന് വെച്ച് കുഞ്ഞുങ്ങളെ ഒന്നും കൊല്ലാതെ മാംസഭാഗം തീർക്കും. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്, അല്ല ഇന്ത്യയെ സംബന്ധിച്ച്, രാഷ്ട്രീയക്കാരുടെ തട്ടിപ്പുകള്, വെട്ടിപ്പുകള്, അധികാര കളികള് ഒരു വശത്ത്. എന്നാൽ ഇതിനെല്ലാം നടുവിൽ ഒരു നല്ല വാർത്തയുണ്ട്. അതത്ര സുവിശേഷം. സുവിശേഷത്തിന്റെ പ്രത്യേകത ഞാൻ മുമ്പേ ഓർപ്പിച്ചു, അത് രൂപാന്തരപ്പെടുത്തുന്നതാണ്. ലോകമെങ്ങും കോടാനുകോടി ദൈവമക്കൾ പറയുന്നു, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു. യേശു സമാധാനമായി എന്റെ ഉള്ളിൽ വന്നു. ഈ കർത്താവ് സമാധാനം നൽകുന്നവനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച്, കാട്ടുമൃഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുവാൻ ഒരു സംഘം അമേരിക്കൻ പരിഷ്കൃതന്മാർ, ശാസ്ത്രജ്ഞന്മാർ ആഫ്രിക്കയുടെ ഉൾവനങ്ങളിലെത്തി. അവർ സഞ്ചരിച്ച്